സാംസങ്ങിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് പിക്ചറാണ്. ഹാഫ് പിക്ചറും ഉണ്ട്, അതേപോലെ തന്നെ RGB ലൈൻസും ഉണ്ട്. ടി വി ഓൺ ചെയ്തിട്ടുണ്ട്, ഇതാ ടി വി ഓണായി, RGB ലൈൻസും ഉണ്ട്, അതേപോലെ തന്നെ ഹാഫ് പിക്ചറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വിചാരിക്കും വെർട്ടിക്കൽ ഐ സി ആയിരിക്കും കംപ്ലൈൻറ്റ് എന്ന്. പക്ഷേ വെർട്ടിക്കൽ ഐ സി അല്ല. വെർട്ടിക്കൽ ഐ സിയിലൊന്നും ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് വരും, അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് വെർട്ടിക്കൽ ഐ സി അല്ല. ഓക്കെ, ഇപ്പോൾ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വെർട്ടിക്കലൈസ്ഡ് അടുത്തായിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്ററുണ്ട്, നോർമൽ ഡയോഡുണ്ട്, സെനർ ഡയോഡ്സ് ഉണ്ട്, കപ്പാസിറ്ററുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡയോഡുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡയോഡ് ചെക്ക് ചെയ്യുകയാണ്. ഈ ഡയോഡ് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു അബ്നോർമൽ റീഡിംഗ് എന്ന പോലെയാണ് കാണിക്കുന്നത്. ഇവിടെ മീറ്ററിൽ ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രമല്ല, ചില സമയത്ത് ഇവിടെ റീഡിംഗ് കാണിക്കുന്നും കൂടിയേ ഉള്ളൂ, ചില സമയത്ത് കാണിക്കുന്നില്ല. ഇനി ഇതാ സെനർ ഡയോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നോർമൽ റീഡിംഗ് ആണ് കാണിക്കുന്നത്. കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നതുകൊണ്ട് ഡിസപ്പിയർ ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഈ ഡയോഡ് മാത്രം ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ചില സമയത്ത് റീഡിംഗ് കാണിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ഹയസ്റ്റ് റീഡിംഗ് പോലെയും അല്ലെങ്കിൽ എന്താണ് ആ റീഡിംഗ് കാണിക്കുന്നത് പോലെ അവിടെ സ്റ്റഡിക്ക് അവിടെ നിൽക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു പന്തികേട് തോന്നുന്നുണ്ട് ഈ ഒരു ഡയോഡ്, ഒരു സംതിങ് റോങ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡയോഡ് ഇവിടെ ഇളക്കിയെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഡയോഡ് വീക്കാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ ഡയോഡിനുണ്ടെങ്കിലോ സംഭവം ഇതേപോലെ ഈ റീഡിംഗ് ഒക്കെ തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈ റീഡിംഗ് പോലെയും ചില സമയത്ത് റീഡിംഗ് കാണിക്കാതിരിക്കുന്ന പോലെയൊക്കെ സംഭവം കാണിക്കും മീറ്ററിൽ. ഈ ഡയോഡ് ഇളക്കിയെടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും ചില സമയത്ത് റീഡിംഗ് കാണിക്കുന്ന ഒരു ഹയസ്റ്റ് റീഡിംഗ് പോലെയാണ്. അത് കാണിക്കുന്നത് തന്നെ സ്റ്റഡിക്ക് അവിടെ നിൽക്കുന്നുമില്ല. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു ഡയോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഡയോഡ് അവിടെ മാറ്റി വെച്ചു. വേറൊരു ഡയോഡ് ഇവിടെ സോൾഡർ ചെയ്ത് വെക്കുകയാണ്. സെയിം ബോർഡിലൊന്ന് ഊരിയതാണ്. അപ്പോൾ ഇതിൻ്റെ റീഡിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇവിടെ കണ്ടില്ലേ, കറക്റ്റ് ഒരു 481 കാണിക്കുന്നുണ്ട്. ഒരു ഹൈ റീഡിംഗ് ഒന്നുമല്ല, അതവിടെ കാണിക്കുന്ന റീഡിംഗ് തന്നെ അവിടെ സ്റ്റഡിക്ക് നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുമുണ്ട്. ഓക്കെ, നേരത്തെ ചില സമയത്ത് കാണിക്കും, ചില സമയത്ത് കാണിക്കില്ല, ഹൈ റീഡിംഗ് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ടി വി ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്. RGB ലൈൻസും എല്ലാം കംപ്ലൈൻറ്റ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡയോഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നത്. പിന്നെ ഇവിടെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, സൈഡ് വന്നിട്ട് നിറഞ്ഞിട്ടില്ല, റൈറ്റ് സൈഡ്. അത് വേറെ ഒന്നുമല്ല, ഈ കോയിലിൽ ഒരു കാന്തം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, ആ സൈഡ് അങ്ങ് സംഭവം നിറഞ്ഞോളും. ഇപ്പോൾ കറക്റ്റായിട്ട് കാന്തം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചില ടി വിയിൽ ഒരു കാന്തം വെച്ച് കൊടുക്കേണ്ടി വരും, ചില ടി വിയിൽ 2 കാന്തം ആ കോയിലിൽ വെച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് സൈഡ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കംപ്ലൈൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.